Love, peace and joy. Welcome back to our channel. 4th Advent Sunday. And today we are going to lit love candle. അപ്പോൾ അതേ പള്ളിയിലോട്ട് പോകാൻ പോകുന്നു. And lots of things to do today. ഇന്നെല്ലാം സെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യണം. നാളെ മുതൽ നമ്മൾ വേറെ ഒന്നും ചെയ്യില്ല. ആർട്ട് വർക്കൊക്കെ എല്ലാം തീർത്ത് ക്ലീനിങ് എല്ലാം തീർക്കണം. യെസ്, നമുക്ക് ഇന്ന് കുറച്ച് പണിയുണ്ട് അല്ലേ? ചിലപ്പോൾ ഞങ്ങൾ ഇന്ന് രജിസ്റ്റർ ചെയ്യും ഞങ്ങളുടെ പാരിഷനേഴ്സായിട്ട് പള്ളിയിൽ. യെസ്, അപ്പോൾ നമുക്ക് പള്ളിയിൽ പോകാം. ഓക്കെ, പിന്നെ വേറെ കുറച്ച് പരിപാടി നാട്ടിൽ നടക്കുന്നുണ്ട്. നാട്ടിൽ ജീസസ് യൂത്തിൻ്റെ പച്ചാളം ജീസസ് യൂത്തിൻ്റെ 25th സിൽവർ ജൂബിലി ആണ്. അപ്പം മമ്മിയും ഡാഡിയും അങ്ങോട്ട് പോയിട്ടുണ്ട്. ആൻഡ് ഐ എം മിസ്സിങ് ദം ലൈക്ക് എനിത്തിങ്. ഓക്കെ, സോ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് പള്ളിയിൽ നിന്ന് വന്നിട്ട് സംസാരിക്കാം. ലെറ്റ്സ് ഗോ ടു ചർച്ച്. വിൻഡി ആൻഡ് 4 ഡിഗ്രി സെൽഷ്യസ്, സണ്ണി എല്ലാം കൂടിയാണ്. വിൻഡി, സണ്ണി, തണുപ്പുണ്ട് അല്ലേ ചു? നല്ല തണുപ്പുണ്ട്, കാറ്റും. അയ്യോ, ജസ്റ്റ് പോയി കാറ്റുള്ളതുകൊണ്ട് ഇങ്ങനെ ആ കോട്ടിൽ ഇങ്ങനെ കാറ്റ് കേട്ടുമ്പോൾ നല്ല രസമാണല്ലോ. ഇങ്ങനെ കളിക്കാനാണ് സൂപ്പർമാൻ. കുർബാന കഴിഞ്ഞു. ഇതേ നമുക്ക് രജിസ്ട്രേഷൻ ഫോമൊക്കെ ഉണ്ട് കേട്ടോ. പള്ളിയിൽ പാരിഷനായിട്ട് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെ നമ്മളവിടെ ഒരു ഓഫീസ് നമ്പറിൽ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് അവിടുത്തെ ഫാദറിനെയൊക്കെ മീറ്റ് ചെയ്യണം. അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്, പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമുക്കറിയില്ലല്ലോ, നമ്മൾ നാട്ടിൽ ജനിച്ചപ്പോൾ തുടങ്ങി ഇങ്ങനെ നമ്മുടെ ഇടവകയിൽ അംഗമാണ്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു പാരിഷിൽ പോയി ഇങ്ങനെ അപ്പോയിൻമെൻ്റൊക്കെ എടുത്ത് ചെയ്യാൻ പോണത്. അപ്പം ഞാൻ വെച്ച് ഇന്ന് തന്നെ പരിപാടി കഴിയുമെന്ന്. ഇന്ന് കഴിയൂല, മിക്കവാറും ടൈം എടുക്കും. ഓക്കെ, ഇനിയിപ്പോൾ ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് ക്രിസ്മസ് കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാവുള്ളായിരിക്കും, അറിയില്ല. യെസ്, ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് പോയി വഴി വീട്ടിലോട്ട് ഓൺ ദ വേ. ജസ്റ്റ് പോയും വീട്ടിലെത്തി എന്തെങ്കിലും ഫുഡ് കഴിക്കാം. എന്നിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബട്ടർ കുക്കീസ് ഉണ്ടാക്കാൻ പോണേണ്. ഇന്നലെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് നടന്നില്ല, തിരക്കായിപ്പോയി. ഇന്ന് എന്തായാലും ഉണ്ടാക്കണം, വേറെ ദിവസങ്ങളില്ല ഇനി. അപ്പോൾ അതേ മോളി ആൻറ്റി വന്നേക്കുന്നു, അങ്കിളും സഞ്ഞളും ഉണ്ടായിരുന്നു. അവർ കയറിയില്ല. അതെ, ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞ് വന്നിട്ട് പോയിട്ടുണ്ട്. എന്തായാലും ശരി, ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യൂല. ഞാനത് ക്രിസ്മസിൻ്റെ അന്ന് ഓപ്പൺ ചെയ്യുള്ളൂ. ക്രിസ്മസ് കാർഡൊക്കെ ഉണ്ട്, നമുക്കത് ക്രിസ്മസിൻ്റെ അന്ന് ഓപ്പൺ ചെയ്യാം. തൽക്കാലം നമുക്ക് ക്രിസ്മസ് ട്രീൻ്റെ സൈഡിൽ വെക്കാം. യെസ്, ടടാ, അവിടെ ഇരിക്കട്ടെ. ഓക്കെ, നമുക്കിപ്പോൾ ബട്ടർ കുക്കീസ് ഉണ്ടാക്കാം. റെസിപ്പി പോലെ ഒന്നും കാണിക്കില്ല കേട്ടോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഞാൻ ജസ്റ്റ് നമ്മൾ ഓടിച്ചിട്ട് കാണിക്കാം. ഒരു 4 ഇൻഗ്രീഡിയൻസ് ഉള്ള ബട്ടർ കുക്കീസാണ് മെയിനായിട്ട്. നമ്മുടെ മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലവർ, ഒരു മുട്ട, പിന്നെ വാനില എക്സ്ട്രാക്റ്റ്, പിന്നെന്താ ബട്ടർ, മെയിനായിട്ട് ബട്ടർ വേണം. പിന്നെ കുറച്ച് സ്പ്രിങ്കിൾ പോലെ ഇടുന്നുണ്ട് അതിൻ്റെ മുകളിൽ. ഇത്രയുള്ള പരിപാടി. പിന്നെ കുറച്ച് പൗഡർഡ് ഷുഗർ, പൗഡർഡ് ഷുഗറും വേണം, പൊടിക്ക് ഉപ്പും വേണം. ദാറ്റ്സ് ഇറ്റ്. യാ, നമുക്കത് ഉണ്ടാക്കാം കേട്ടോ. ഞങ്ങൾ ആദ്യം ഫുഡ് കഴിക്കട്ടെ. ഞങ്ങൾ ബട്ടർ കുക്കീസിൻ്റെ പരിപാടി തുടങ്ങി അപ്പോഴാണ് വീഡിയോയിലേ ഓർത്തത് കേട്ടോ. സോ ഇതേ ബട്ടർ നമ്മൾക്കൊരു 250 ഗ്രാം ഉണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് പോയി കട്ട് ചെയ്യണമെന്നാണ് പറയണത്. കട്ട് ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് ഒരു 20 സെക്കൻഡ്സ് ഒന്ന് മൈക്രോവേവ് ചെയ്യാം. അപ്പോൾ അത് ഒരു ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പല്ലേ, അപ്പോൾ ജസ്റ്റ് ഒന്ന് അത് സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ജസ്റ്റ് പോയി കുറച്ച് ഹാർഡ് വർക്കാണല്ലോ ഇത്, ഹാർഡാണ് ബട്ടർ. കാരണം നമ്മുടെ ടെമ്പറേച്ചറിൻ്റെ ആണ് അത് ഇവിടുത്തെ. നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. നാട്ടിലാണെങ്കിൽ നമുക്ക് മൈക്രോവേവ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സോ യാ, ലെറ്റ്സ് ഡു ഇറ്റ്. ഞങ്ങൾ ഇതൊക്കെ സെറ്റ് ആക്കി കഴിഞ്ഞിട്ട് ഇട്ടെടുക്കാം അല്ലേ ചുമ്മാ. ബി കെയർഫുൾ, ഓക്കെ? യാ, cut it. You can cut it 3 times now. 1 2 3. ജസ്റ്റ് പോയി ആണ്ടാ ഇന്ന് കുക്കീസ് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കണത്. എനിക്ക് പത്തിരി അറിയാം, പക്ഷെ ജസ്റ്റ് പോയി അതിനകത്ത് പൗഡർ ഷുഗർ ഇടണം. ഓക്കെ, പൗഡർ ഷുഗർ ഇട്ട് കഴിയുമ്പോഴേക്കും മോന് തനിയെ ചെയ്യാനൊന്നും തോന്നുന്നില്ല. മോൻ മിക്സ് ചെയ്ത് തരാം ഫസ്റ്റ്, എന്നിട്ട് മോൻ അടിക്കുക. അല്ലെങ്കിൽ എന്ത് പറ്റും, ഫുള്ള് ഇങ്ങനെ തെറിക്കും. എന്റെ മുഖത്തൊക്കെ തെറിക്കും പൗഡർ ഷുഗർ. സോ ലെറ്റ്സ് ബീറ്റ് ഇറ്റ്. ഓക്കെ, It's moving by itself.
2 എഗ് യോക്സ് ആണ്. എഗ് യോക്സ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ എഗ് യോക്ക് കമ്പയർ ആയിട്ടുണ്ട്. നമുക്കിനി 2 കപ്സ് എന്നിട്ട് ജസ്റ്റ് പോയി ഓൾ പേർപ്പസ് ഫ്ലവർ, നമ്മുടെ മൈദ അതിടാം. എന്നിട്ട് നമുക്കിത് പിന്നെയും ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ബട്ടർ കുക്കിയുടെ ഡൗ ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സ്പ്രെഡബിൾ കൺസിസ്റ്റൻസി ആയിരിക്കണം. നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലിട്ടിട്ട് നമുക്കിങ്ങനെ ചെറുതാക്കി അതൊരു കുഞ്ഞു കുക്കീസ് പോലെ ആക്കി എടുക്കാം. കുക്കീസ് കുറച്ച് കരിഞ്ഞു പോയിട്ടുണ്ട്. അതേപോലെ നമ്മൾ ചെയ്ത ഷേപ്പ് അല്ല വന്നത്. ഞാൻ എയർ ഡ്രയറിലാണ് ചെയ്തത്. എയർ ഫ്രയറിലാണ് ബേക്ക് ചെയ്തത്. അപ്പൊ സംഭവം കുറച്ച് സീനായിട്ടുണ്ട്. ഞങ്ങൾ കഴിച്ചു നോക്കി, കുറച്ച് ജസ്റ്റ് പോയി കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയൂ. എസ്ബി പറയണത് ഭയങ്കര ടേസ്റ്റ് ആണെന്നാണ്. കാണാൻ ലുക്കില്ല എന്നുള്ളൂ. സംഭവം ഇത് കണ്ട നല്ല നന്നായിട്ട് കുക്കായിട്ടുണ്ട്. പക്ഷെ പുറത്തിങ്ങനെ ശരിക്കും അങ്ങനെ കളർ വരാൻ പാടില്ല. എനിക്കറിയില്ല, ഇനി എയർ ഫ്രൈയിൽ ചെയ്തുകൊണ്ടാണ്. ഇത് കഴിച്ചു നോക്കുക. പയ്യെ മെൽറ്റിൻ മൗത്ത് ആണല്ലേ. ഞാനും കുറച്ച് കഴിച്ചു നോക്കട്ടെ. സോ ഗുഡ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാനും കഴിച്ചു നോക്കി. ക്രിസ്പി ആണല്ലോ. മതി നല്ല ടേസ്റ്റ് ഉണ്ടാ. അത് കേട്ടാ മതി. കാണാൻ ലുക്കില്ലട്ടാ, പക്ഷെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സൂപ്പറാണ്. കണ്ട മെൽറ്റിൻ മൗത്ത് ആണ്. നല്ല ബട്ടറിൻ്റെ ഫ്ലേവർ ഉണ്ട് നന്നായിട്ട്. വേറെ സെറ്റ് വേറെ ടൈപ്പ് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. എന്നിട്ടും അതിൻ്റെ ഷേപ്പൊക്കെ പോയി. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ ഈ പ്രാവശ്യം ഇങ്ങനെ പോട്ടെ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല കുക്ക്ഡ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല സോഫ്റ്റാണ്. ഈ മെൽറ്റിൻ മൗത്ത് എന്ന് പറയുന്ന സാധനമില്ലേ, അതാണ് ഇത് അയക്കുന്നത്. കഴിക്കുമ്പോൾ തന്നെ ഇങ്ങനെ അലിഞ്ഞങ്ങോട്ട് പോകും. നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള കുക്കീസാണ്. പക്ഷേ എന്തോ പറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന എയർ ഫ്രയറിൽ ചെയ്തുകൊണ്ടാണെന്ന് അറിയില്ല. സംഭവം എന്തായാലും ടേസ്റ്റ് ഉണ്ട്, കാണാൻ ലുക്കില്ല. അപ്പോൾ നമ്മുടെ കുക്കീസ് റെഡി ആയിട്ടുണ്ട്. എന്തായാലും കൊച്ച് നമുക്ക് ആർക്കും കൊടുക്കാനല്ലല്ലോ, നമുക്ക് കഴിക്കാനാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളുടെ വൈൻ എടുക്കണേണ്. 10ാമത്തെ ദിവസമായി. 10 9 അല്ലേ? വൈൻ എടുക്കാൻ പോണേണ്. നമുക്ക് നോക്കാം. തേൻ വൈൻ റെഡി ആയിട്ടുണ്ട്. തേൻ വൈൻ ജസ്റ്റ് പോയി കൊടുക്കട്ടെ ടേസ്റ്റ് ചെയ്യാൻ ഫസ്റ്റ്. കണ്ടാ വൈൻ കുടിക്കാൻ വേണ്ടി ഒന്ന് നിൽക്കണ കണ്ടാ. ഞങ്ങളുടെ ജസ്റ്റ് ബോയ് ആണ് കേട്ടോ, എപ്പോഴും ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന ആൾ. മതിലാടാ. വയ്യ കുടിക്കാൻ പാടില്ലേ? എങ്ങനെയുണ്ട്? കുറച്ച് കുടിച്ചു നോക്ക്. ആണാ? അടിപൊളിയാണോ? സ്വീറ്റ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 5 days കൂടി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. കേടാ ഇപ്പൊ നല്ല സ്വീറ്റ്. എനിക്ക് കുടിക്കാൻ പാടില്ല. ഞാൻ ഒരു സിപ്പ് കുടിച്ചിട്ടുള്ളൂ. ഒരു സിപ്പ് പോലും കുടിച്ചിട്ടില്ല. ഒട്ടും പവർ വന്നിട്ടില്ല. എന്നാലും ഒരു നല്ലൊരു ഫ്ലേവർ ഉണ്ട്. ഇതിപ്പോ ഞാൻ പറയണത് ഒരു 5 days കൂടി കഴിഞ്ഞാൽ നമ്മൾ ന്യൂ ഇയർ ആവുമ്പില്ലേ സംഭവം കിടുമായിരിക്കും. ഇപ്പൊ ജസ്റ്റ് പോയി കുടിക്കാൻ പറ്റിയ പാകമാണ്. അടിപൊളി. 4th Advent Sunday. Now first we're going to light the hope. Okay. Then we're going to light the peace one. No wrong. Joy. Lastly, to the love. Father God, thank you for your generous love to me. Thank you that you see the abundance in life rather than all my shortfalls. Help me to offer that same gracious love to those I mingle with this Christmas season. I hope you like this video. Let your life be filled with love, peace and joy. Bye bye. God bless. God bless.